ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് ചോദിക്കുകയാണ്, ഒരു നിമിഷം പോലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ പറയണം. ആ നിമിഷം വേദ ഈ പടി ഇറങ്ങുമെന്ന് പറയാണ് കേട്ടോ. അത് കേട്ടത് വിക്രം ആകെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഭാര്യയായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. നിങ്ങളുടെ ഭാര്യ എന്ന അധികാരത്തോടെ തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, എന്നോടൊരു തരി പോലും സ്നേഹം തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിക്രം അതെന്നോട് തുറന്നു പറയണം. എല്ലാവരും കേൾക്കട്ടെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വിക്രമിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ, സത്യമാണെങ്കിൽ ഞാൻ ഈ പടി ഇറങ്ങി പോകാൻ തയ്യാറാണ്. പിന്നീട് വിക്രത്തിൻ്റെ ജീവിതത്തിലൊരു തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ വിക്രം ആകെ സ്റ്റെക്കായി തരിച്ച് നിൽക്കാൻ കേട്ടോ. ഒന്നും പറയാൻ വിക്രത്തിന് കഴിയുന്നില്ല. വിക്രത്തിന് വേദേനെ ഇഷ്ടമാണെന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വിക്രത്തിന് അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്ന് സമ്മതിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേദയോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദയുടെ ജീവിതം നശിപ്പിക്കാൻ വിക്രം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിക്രത്തിന് അത് തുറന്നു പറയാൻ പറ്റുന്നില്ല കേട്ടോ. വേദ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അന്ന് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ജീവിതം തകർക്കണമെന്നോ നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്നോ ഒന്നും കരുതിയിട്ടല്ല ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടി വന്നത്. എങ്ങനെയെങ്കിലും ഈ ജീവിതം ബാക്കി ജീവിച്ച് തീർക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പതിയെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അന്ന് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്നൊരു പെൺകുട്ടി ഒന്നുമല്ല ഞാനെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങളെ ഞാൻ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും എന്നോട് തോന്നിയിട്ടില്ല ഇന്നേ വരെ എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല വിക്രം. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തുറന്നു പറയണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും പറയുന്നില്ല. അപ്പോൾ വേദയ്ക്കും വിഷമാവുന്നുണ്ട്. വിക്രം ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ വേദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസത്തെ ഒരുപാട് സന്തോഷത്തിന് ശേഷമാണ് വേദയ്ക്ക് ഇങ്ങനൊരു വിഷമം നേരിടേണ്ടി വരുന്നത് കേട്ടോ. അപ്പം സുധാകരൻ മാഷിനും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ശ്രീജയ്ക്കൊക്കെ വേദ ഇങ്ങനെ കെഞ്ചുന്നത് കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ, വിക്രം നീ അവൾ ചോദിച്ചത് കേട്ടില്ലേ? നീ ഇന്നേ വരെ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് പറയാൻ നിനക്ക് എന്താ ഇത്ര മടി? അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നല്ലേ നീ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടിയല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം നിനക്ക് എന്താ ഒന്നും പറയാൻ പറ്റാത്തതെന്ന് പറയാൻ കേട്ടോ. അവൾ ചോദിച്ചതിനുള്ള മറുപടി നീ പറയുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, പറയൂ വിക്രം, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്നെ ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു സുഹൃത്തിനോട് ഇടപഴകുന്നത് പോലെ മാത്രമാണ് ഞാൻ നിന്നോട് ഇടപഴകിയിട്ടുള്ളൂ. അതിനപ്പുറം നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. ഇനി എനിക്കങ്ങനെ കാണാനും പറ്റില്ലെന്ന് വേദയോടും വിക്രം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും വേദ ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. തന്നെ വിക്രം സ്നേഹിക്കുന്നുണ്ട്, വിക്രത്തിൻ്റെ മനസ്സിൽ തനിക്കൊരു ഇടമുണ്ടെന്ന് വിചാരിച്ച് വേദയ്ക്ക് അത് വല്ലാത്തൊരു അടിയാവുകയാണ് കേട്ടോ. സുധാകരൻ മാഷിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പറഞ്ഞ ഉടനെ വിക്രം തല താഴ്ത്തുന്നുണ്ട് കേട്ടോ. വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം വിക്രം വേദനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. വിക്രം തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ, കേട്ടില്ലേ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൻ നിന്നെ ഇവിടെ താമസിക്കാൻ തന്നെ അനുവദിച്ചത്. അല്ലാതെ നിന്നോട് അവനൊരു പ്രേമോ സ്നേഹമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നീ നിൻ്റെ ജീവിതം നല്ല രീതിക്ക് ജീവിക്ക്. വേറെ നിൻ്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് നിൻ്റെ വീടും കുടുംബക്കാരൊക്കെ ഇല്ലേ? അവരുടെ കൂടെ സന്തോഷമായിട്ട് നിൻ്റെ ബാക്കിയുള്ള ജീവിതം നീ ആഗ്രഹിച്ച പോലെ ജീവിച്ച് തീർക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വേദയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, ഇനി എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലേ വിക്രത്തിന് നിന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന്. അവൻ നിന്നെ സ്നേഹിക്കൂല, അവൻ അങ്ങനെ ഒരു പയ്യനല്ല നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണ്ടാന്ന് നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ. ഇപ്പം എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നില്ലേ നിനക്ക്? ഇനി എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജേടത്തി പറയുന്നുണ്ട്, നന്ദിനി ഒന്ന് നിർത്തുമോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ, ശ്രീജേടത്തിക്ക് അവൾ പുണ്യവതിയാണല്ലോ. അവൾ വിക്രത്തിനോട് പകരം വീട്ടാൻ വേണ്ടി കയറി വന്നതാണ്. ആ കോടതിയിൽ അവൾ സാക്ഷി പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ എത്ര വിഷമിച്ചു വന്ന്. എന്നിട്ട് ഇപ്പോൾ വിക്രം തന്നെ ആട്ടിയിറക്കുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ. വിക്രം ഒരിക്കലും അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം അവൾ ഇവിടെ കഴിഞ്ഞതിന് വല്ല അർത്ഥം ഉണ്ടായിരുന്നു ശ്രീജേടത്തി എന്നൊക്കെ പറയാൻ കേട്ടോ. നീ ഇവിടെ നിന്നോ, നിൻ്റെ ബാഗൊക്കെ ഞാൻ എന്നോ പാക്ക് ചെയ്ത് വെച്ചതാ, അത് എടുത്ത് തരാമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വേദ തിരിഞ്ഞിട്ട് സുധാകരൻ മാഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പോവുകയാണ് അച്ഛാ, ഞാൻ എൻ്റെ അച്ഛനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അച്ഛനെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വിക്രത്തിനെ മാറ്റിയെടുക്കണമെന്ന്. അത് അച്ഛനും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത്, ഞാൻ എന്തൊക്കെ നിറവേറ്റണമെന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ ഉള്ളത്, എങ്ങനെ വീട്ടിൽ ജീവിക്കണം എന്നുള്ളതൊക്കെ അച്ഛന് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്കതൊന്നും സാധിച്ചെടുക്കാൻ പറ്റാതെ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയാൻ കേട്ടോ. ഇനി ഒരിക്കലും വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. വിക്രത്തിനെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാനോ ഇനി ഞാൻ ഈ വീട്ടിൻ്റെ പടി പോലും കയറി വരില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ സുധാകരൻ മാഷിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ തുടച്ചിട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, സാരമില്ല മോളെ, നിനക്ക് അല്ലെങ്കിലും ഈ ചെളിക്കുണ്ടിലെ ജീവിതമൊന്നും ശരിയാവില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട്. ഇനി എന്തായാലും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നല്ലതേ വരുള്ളൂ. നീ നല്ല നിലയിലെത്തേണ്ട കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും സുധാകരൻ മാഷ് വിങ്ങുന്നുണ്ട് കേട്ടോ. സ്വന്തം മകളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്, നിനക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ മാഷ് വിങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ കണ്ണൊക്കെ തുടച്ച് വരുമ്പോഴേക്കും നന്ദിനി വേദയുടെ ബാഗൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കണ്ടതും വിക്രത്തിന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേദ എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെന്ന് മനസ്സിലാക്കി വിക്രത്തിന് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് കമലയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കമല വേദേനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദേനെ ഒരുപാട് കമലയും സ്നേഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിഷമമൊക്കെ കണ്ടിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ, വിക്രം അവളുടെ കഴുത്തിലത്തെ താലി നീ അഴിച്ചു മേടിച്ചേക്ക്, ഇനി അതിൻ്റെ ആവശ്യം അവൾക്കില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും വേദ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിനും അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. താൻ മനസ്സോടെ കെട്ടിയ താലിയാണെച്ചാലും അത് അഴിച്ചെടുക്കാൻ വിക്രത്തിന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ താലി എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഇനി നിനക്കില്ല. വിക്രം നിന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്തോളം കാലം ആ താലിക്ക് ഒരു വിലയില്ല. അത് നിന്റെ കഴുത്തിൽ കടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അത് ഊരി കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ കമല വേദയോട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇത് അഴിക്കില്ല, ഞാനത് ഊരി തരൂല്ല. വിക്രത്തിന് അത് അത്ര നിർബന്ധമാണ്, വിക്രത്തിന് അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിക്രം തന്നെ പൊട്ടിച്ചെടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം അത് പൊട്ടിച്ചെടുക്കാന്ന് പറയുമ്പോൾ വിക്രം വേദനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്ന വിക്രം ഒരിക്കലും കരുതുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട, എനിക്കത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് അവൾ കഴുത്തിലിട്ടോട്ടെ, ഒരു താലിയുടെ പേരും പറഞ്ഞല്ലേ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്, അത് അവൾ തന്നെ എടുത്തോട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വേദ പോകുന്നതിന് മുന്നേ വിക്രത്തിനോട് കമലാമ്മ പറയുന്നുണ്ട് കേട്ടോ, വിക്രം, നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഇവിടെ ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതും അവൾക്ക് പകരമായിട്ട് നീ രാധേനെ ഭാര്യയായിട്ട് സ്വീകരിക്കണം, രാധേനെ കല്യാണം കഴിക്കണമെന്നും പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്താ അമ്മ പറയുന്നത്, രാധേനെ ഞാൻ ഇന്നേ വരെ എൻ്റെ കൂട്ടുകാരിയായിട്ടല്ലാതെ വേറൊരു രീതിയിൽ രാധേനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, എനിക്ക് അവൾ അങ്ങനെ കാണാനും പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. എനിക്ക് അത്തരത്തിലൊരു ഇഷ്ടം രാധയോട് തോന്നിയിട്ടില്ല ഇന്നേ വരെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാധ പറയുന്നുണ്ട്, എന്താ വിക്രം പറയുന്നത്, അന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് അങ്ങനെ ഒരു ഇഷ്ടമല്ല പറഞ്ഞത്, ഞാൻ ഇന്നേ വരെ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് ഇനി അവളെ അങ്ങനെ കണ്ടുകൂടെ, അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ മുന്നിൽ വെച്ച് തന്നെ വിക്രത്തിൻ്റെ നിന്ന് കമല സത്യം ചെയ്ത് മേടിക്കുന്നുണ്ട് കേട്ടോ. രാധേനെ കല്യാണം കഴിക്കാം, തൻ്റെ ഭാര്യയായി കണ്ടോളാം എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള സത്യം വിക്രത്തിനെ കൊണ്ട് കമലാമ്മ മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കണ്ടപ്പോൾ വേദ ആകെ ഒന്നും അല്ലാണ്ടായിട്ടോ. വേദ എന്നിട്ട് വിക്രത്തിനോട് പറയാണ്, ഞാൻ പോവുകയാണ്, ഈ വീട്ടിലേക്ക് എങ്ങനെയാണോ ഞാൻ കയറി വന്നത് അതേ ഒരു മനസ്സോടെ അല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ വീട്ടിലെ ആരും എൻ്റെ ആരും ആയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ആരൊക്കെയോ ആണ്. വിക്രത്തിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സായിട്ട് തന്നെയാണ് ഞാൻ ഈ പടി ഇറങ്ങുന്നത്. പക്ഷെ ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാര്യ എന്ന പേര് പറഞ്ഞിട്ടോ ഈ താലിയുടെ പേര് പറഞ്ഞിട്ടോ ഞാൻ ഈ വീടിൻ്റെ പടി കയറി വരികയോ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല.
ഈ വീട്ടിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേദയും വിക്രമും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആ ഇറങ്ങി പോകുന്നത് ആർക്കും സഹിക്കുന്നില്ല. അത് അവൾ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് വിക്രം വേഗം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. വിക്രത്തിന് സഹിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വാതിലടച്ച് വിക്രം പൊട്ടിക്കരയാണ് കേട്ടോ. പക്ഷെ വിക്രത്തിൻ്റെ മനസ്സിൽ വേദ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമലയ്ക്ക് നന്നായിട്ട് അറിയാം. കമലയ്ക്ക് വേറൊരു വഴിയില്ലാണ്ടാണ് കമല അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. തൻ്റെ മകളെ വിക്രത്തിൽ നിന്ന് പിരിച്ചു തരണം, അല്ലെങ്കിൽ അടർത്തി തരണമെന്ന് വേദയുടെ അമ്മ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കമല അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പൊട്ടിക്കരയുന്ന വിക്രത്തിനെ കാണുന്നുണ്ട് കേട്ടോ. വിക്രത്തിന് വേദയുടെ ഓർമ്മകളിൽ ഇനി ജീവിക്കേണ്ടി വരും. വേദ തനിക്ക് ആരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിക്രം ആലോചിച്ച് കരയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്